Hello my dear students, welcome back to Ryan's Learning Portal. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. തമ്പനയിൽ കണ്ട പോലെ ഒഫീഷ്യൽ ലെറ്റർ അല്ലെങ്കിൽ മെയിൽ കേട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെറ്റർ ആണെങ്കിലും മെയിൽ ആണെങ്കിലും മക്കൾക്ക് ഒരേ സാധനം പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഈ ഒരു പോർഷന്റെ പ്രത്യേകത. ശ്രദ്ധിച്ച് കേട്ടോളൂ. അതെങ്ങനെയാണ് സാറേ? ഇപ്പൊ ഞാനിവിടെ ഒഫീഷ്യൽ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ലെറ്ററിന്റെ ഫോർമാറ്റ് ആട്ടോ. അപ്പൊ ലെറ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഒഫീഷ്യൽ ആകുമ്പോൾ ഇവിടെ ഫ്രം എഴുതും അല്ലേ, എന്നിട്ട് നമ്മളിവിടെ അഡ്രസ് എഴുതും അല്ലേ, ദെൻ ഇവിടെ ഡേറ്റ് കൊടുക്കും അല്ലേ, ദെൻ ഇവിടെ ടു കൊടുക്കും, ദെൻ അഡ്രസ് എഴുതും അല്ലേ, നമ്മളിങ്ങനെ അഡ്രസ് കൊടുക്കും, ദെൻ റെസ്പെക്റ്റഡ് സാർ അല്ലേ. ഇവിടെ നമ്മൾ സബ്ജക്റ്റിന്റെ ആവശ്യമൊന്നുമില്ല, ഇനി വേണമെങ്കിൽ സബ്ജക്റ്റും കൊടുക്കാൻ പറ്റും. സബ്ജക്റ്റ് അല്ലേ, എന്തിനെ കുറിച്ചാണ് ആ സബ്ജക്റ്റോടെ കൊടുക്കുക. അതിനുശേഷം റെസ്പെക്റ്റഡ് സർ അല്ലേ, ഐ എം സെൻഡിങ് ദിസ് ലെറ്റർ, ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ഇറ്റ്സ് ബ്രിങ് യുവർ അറ്റൻഷൻ ഓൺ എ മേജർ ഇഷ്യൂ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. വി നോ ദാറ്റ് യുവർ ഹെൽപ്പ് ഇസ് വെരി യൂസ്ഫുൾ ഇൻ മെനി ഒക്കേഷൻസ് അല്ലേ, ഒരുപാട് അവസരങ്ങളിൽ നിങ്ങളുടെ ഹെൽപ്പ് വളരെ സഹായകമായിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ദാറ്റ് ഈസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു യു. അതാണ് നിങ്ങൾക്ക് ഈ കത്ത് എഴുതാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. I would like to express certain serious issues related to ഈ ലെറ്റർ ടു എഡിറ്റർ ഒക്കെ ഉണ്ടാവില്ലേടാ, അതൊക്കെ വരികയാണെങ്കിൽ എഴുതി കൊടുത്താൽ മതി കേട്ടോ. I would like to express certain serious issues, ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ റിലേറ്റഡ് ടു. എന്തിനെ കുറിച്ചാണോ എഴുതാനുള്ളത് എവിടെ ഉണ്ടാകും പറ, എന്തിനെ കുറിച്ച് എന്നുള്ളത് എവിടെ ഉണ്ടാകും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുക. ഇവിടെ ശ്രദ്ധിക്കണേ, എഴുതി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് പോയിന്റ് ഞാൻ ഇവിടെ പറയാം കേട്ടോ. നോക്കിക്കോളൂ, അതും കൂടെ പറഞ്ഞിട്ട് തിരിച്ചു വരാം. ഐ ഹോപ്പ് യു വിൽ കൺസിഡർ ദിസ് ലെറ്റർ, ഈ കത്ത് നിങ്ങൾ പരിഗണിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഈ ലെറ്റർ എന്നൊക്കെ എഴുതിയത് കണ്ടോ, നിങ്ങൾ യെല്ലോയിലല്ലേ എഴുതിയിട്ടുള്ളത് അല്ലേ. അത് മെയിൽ ആണെങ്കിൽ ഈ ലെറ്റർ എന്നുള്ളത് മെയിലാക്കി കൊടുക്കുക. മാത്രമല്ല മക്കളെ, മെയിൽ ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഒരു ബോക്സ് ഉണ്ടാവും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ ഇങ്ങനെ ഒരു ബോക്സിൽ നിന്നുണ്ടാവും 3 പെട്ടി ഉണ്ടാവും. ഇവിടെ എന്താണ്ടാവും 2 എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ആ പെട്ടി ഇങ്ങനെ കൊണ്ടുപോവുക. ദെൻ പിന്നെ ഏതാണ്ടാവും CC എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, കാർബൺ കോപ്പി പെട്ടി കൊണ്ടുപോവുക. ദെൻ BCC എന്ന സാധനം ഉണ്ടാവും, ബ്ലൈൻഡ് കാർബൺ കോപ്പി പെട്ടി കൊണ്ടുപോവുക. ദെൻ ഇവിടെ എന്തുണ്ടാവും, സബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു പെട്ടി ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പെട്ടി ഇങ്ങനെ കൊണ്ടുപോവുക. ദെൻ പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, വേറൊരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സിനുള്ളിലാണ് മക്കൾ എന്ത് ചെയ്യുള്ളത്, ഈ പിന്നെ എന്താ പറയാ, നമ്മൾ റെസ്പെക്റ്റഡ് സാർ എന്ന് പറഞ്ഞ സാധനം അല്ലേ, അത് എഴുതി കൊടുക്കാതെ കേട്ടോ. അപ്പൊ 2 വെക്കുന്ന സമയത്ത് ഇപ്പൊ vanija@gmail.com അല്ലെ, CC ഒന്നും എഴുതണ്ട, BCC എഴുതണ്ട. സബ്ജക്ട് നമ്മൾ കണ്ടില്ലേ, ഇവിടെ സബ്ജക്ട് എന്താണ്, റിഗാർഡിങ് അബൌട്ട്, ഒരു സംഗതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് റിഗാർഡിങ് അബൌട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും ആ സബ്ജക്ട് എന്താണോ എന്നുള്ളത് കേട്ടോ. ലാസ്റ്റ് പിന്നെ ഇതേപോലെ അവസാനിപ്പിക്കാനുള്ളത് ഈ സാധനമൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ബോക്സിൽ ഇട്ടാൽ മതി എന്നുള്ളതാണ്. ഐ ഹോപ്പ് യു വിൽ കൺസിഡർ ദിസ് ലെറ്റർ. അപ്പൊ ഈ ലെറ്റർ എന്നുള്ളത് നിങ്ങൾ മെയിൽ ആണെങ്കിൽ ഇതൊക്കെ ഈ ലെറ്റർ എന്നുള്ള എന്താക്കി കൊടുക്കേണ്ടി വരും മക്കളെ, പറ മെയിൽ എന്നാക്കേണ്ടി വരും കേട്ടോ. ഐ ഹോപ്പ് യു വിൽ കൺസിഡർ ദിസ് ലെറ്റർ, ഈ കത്ത് നിങ്ങൾ പരിഗണിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വിത്ത് ഫുൾ ഓഫ് ഇറ്റ് സീരിയസ്നെസ്, അതിന്റെ എല്ലാ സീരിയസ്നെസ്സോടും കൂടിയിട്ട്. ദ മെയിൻ റീസൺ ബിഹൈൻഡ് സെൻഡിങ് ദിസ് ലെറ്റർ, ഈ കത്ത് ചെയ്താലുള്ള പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇല്ലല്ലോ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, ആ കാര്യം ഇവിടെ പറഞ്ഞു കൊടുക്കുക. നോക്കൂ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കാര്യം പറയേണ്ടത് കേട്ടോ. കാര്യം പറയുക, ക്ലിയർ അല്ലേ മക്കളെ, കാര്യം പറയുക. എന്നിട്ടോ I believe that you can bring the issue in front of authority. ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾ അതോറിറ്റിന്റെ മുന്നിലേക്ക് ഒരു ഇഷ്യൂനെ കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് ഓൾസോ യു ക്യാൻ ഡു സംതിങ് ഓൺ ദിസ് പ്രോബ്ലം, ഈ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ പ്രതീക്ഷിക്കുക കേട്ടോ. സോ ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് അല്ലെ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ അവർ കേട്ടോ. ആരാണോ നിങ്ങൾ, അതോറിറ്റിക്കാണെങ്കിൽ ദേ, നിങ്ങളോടാണെങ്കിൽ ഹോപ്പ് യു വിൽ ടേക്ക് സീരിയസ് ആക്ഷൻ ഓൺ ദിസ്. ഇതിൽ നിങ്ങളൊരു സീരിയസ് ആക്ഷൻ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. I request you to look into this matter. ഈ വിഷയത്തിലേക്ക് നോക്കാൻ വേണ്ടി ഞാൻ പറയാണ് നിങ്ങളോട്. Take necessary step for as soon as possible. ഇതിന് വേണ്ട സ്റ്റെപ്പുകളൊക്കെ എത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. I look forward to hearing from you soon. ഉടൻ ഞാൻ നിങ്ങളുടെ തന്നെ മറുപടി പ്രതീക്ഷിക്കുന്നു. Yours faithfully vanija@gmail.com. ഇവിടെ നമ്മൾ vanija 2 കൊടുത്തിട്ട് ഇവിടെ vanija കൊടുക്കരുത് കേട്ടോ. ഇവിടെ വേണമെങ്കിൽ പുരുഷു നയിക്കാലേണ്ടി purshu@gmail.com കേട്ടോ. ക്ലിയർ, നോ വറി, നോ ടെൻഷൻ, കൂൾ ആയിട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ ലെറ്റർ എന്നുള്ളത് മെയിലാക്കി കൊടുത്താലും ഈ ബോക്സ് വരച്ചു കൊടുത്താലും എന്തായി മാറി മക്കളെ, അത് മെയിലായി മാറി. നത്തിങ് സ്പെഷ്യൽ, മക്കൾ എഴുതുക, സെറ്റ് ആക്കുക. ഇനിയും നിങ്ങൾക്ക് നമ്മുടെ ഈ റാൻസിന്റെ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മളെ +2 ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ബട്ടൺ ഞെക്കി വെച്ചോളൂ കേട്ടോ. താങ്ക് യു വെരി മച്ച്. വെൽക്കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ.